പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിലിപ്പോൾ പ്രധാനമായും പാഠപുസ്തകങ്ങളുടെ കാര്യമാണ്. പാഠപുസ്തകങ്ങളുടെ അച്ചടിയിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. പിന്നെ ഗവൺമെൻറ്റുകളുടെ മാറ്റം ഉണ്ടല്ലോ അതിനിടയിൽ. ഏതായിരുന്നാലും ഞങ്ങൾ ചുമതലയേറ്റിട്ട് ഒരാഴ്ചയാകുന്നുള്ളൂ. അതിനിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പുസ്തകത്തിൻ്റെ കാര്യമാണ്. പുസ്തകങ്ങൾ അച്ചടി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. വിതരണവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ചില ബുക്ക് ഡിപ്പോകളിലൊക്കെ പോയി അവർ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് പരിശോധിച്ചു. അപ്പോൾ ഏറെക്കുറെ സംതൃപ്തിയുള്ള രീതിയിലാണ് പുസ്തക വിതരണം നീങ്ങുന്നത്. ഈ 29-നകം എല്ലാ സ്കൂളുകളിലും ആവശ്യമായ പുസ്തകങ്ങളെത്തും. അതെ, പുസ്തകങ്ങൾ സ്കൂളിലെത്തും. ശ്രദ്ധയിൽപ്പെട്ടു. അത് നമ്മളല്ലല്ലോ അത് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രയാസം എന്ന നിലയിൽ പിന്നെ അതിന് റീവാലുവേഷനൊക്കെയുള്ള സമയം ഇന്ന് വൈകുന്നേരമോ നാളെ വരെ അങ്ങനെ എന്തോ ആണ്. അതൊക്കെ ഒന്ന് നീട്ടിക്കൊടുക്കാനും ഈ വന്നിട്ടുള്ള പിഴവ് പരിശോധിച്ച് അതിൽ കുട്ടികൾക്കൊരാശ്വാസം നൽകണമെന്നും നമ്മൾ CBSEയോടും കേന്ദ്രത്തോടും ആവശ്യപ്പെടും. മറ്റൊരു പ്രധാന വിഷയം, ഇത് അടുത്തത് പോകാൻ പോകുന്ന ഡിഗ്രി അങ്ങനെയുള്ള ലെവലിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ അത് വരുമ്പോഴാണ് അവർക്കൊരു പ്രശ്നം വരിക, മാർക്കും ഇതും വരുമ്പോൾ. അപ്പോൾ അതിന് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഈ കട്ട് ഓഫുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് പറയേണ്ടത്. ഇത് ഇപ്പോൾ അവർക്ക് കിട്ടേണ്ട ന്യായമായ മാർക്ക് കിട്ടിയിട്ടില്ല. കാര്യമായ അശ്രദ്ധ അതിൻ്റെ വാല്യുവേഷനിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കുട്ടികളുടെ ഭാവിയെ, വളരെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട അവരാണത് തിരുത്തേണ്ടത്. അതിന് റെമഡി എടുക്കേണ്ടതും CBSEയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. അത് ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. മലബാറിലെ സീറ്റ് ഈ പ്രാവശ്യം നിങ്ങൾക്കറിയാലോ, ഗവൺമെൻറ് വന്നിട്ട് ഒരാഴ്ചയാകുന്നേ ഉള്ളൂ. ഈ +1 സീറ്റ് ക്ഷാമമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മലബാർ ജില്ലകളിൽ അതുപോലെ തന്നെ മറ്റ് ചില ജില്ലകളിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഇല്ല. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ, സ്ഥിരമായ ബാച്ച് നൽകണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന് സമയമെടുക്കും. അപ്പം ഞങ്ങളിപ്പോൾ അതിലെടുത്തിട്ടുള്ള തീരുമാനം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ച അഡീഷണൽ ബാച്ചുകൾ 354 അഡീഷണൽ ബാച്ചുകളുണ്ട്. ആ അഡീഷണൽ ബാച്ചുകൾ ഉൾപ്പെടെ ഇത്തവണ നിലവിലുള്ള സ്ഥിര ബാച്ചുകൾക്കൊപ്പം അലോട്ട്മെൻറ്റ് നടത്താനാണ്. പിന്നെ അതിന് ആവശ്യമായ മാർജിനൽ ഇൻക്രീസും കൊടുക്കും. എന്നിട്ടും രൂക്ഷമായ ക്ഷാമം ഉണ്ടെങ്കിൽ അതിന് ഇത്തവണ ചെയ്യാവുന്ന സംവിധാനം എന്താണെന്ന് ആലോചിക്കും. അപ്പോൾ നമ്മൾ ബാച്ചുകൾ ഇങ്ങനെ കൂടുതൽ കൊടുത്താലും, ഭൗതിക സാഹചര്യങ്ങളില്ലാത്തടത്ത് ബാച്ചുകൾ കൂടുതൽ കൊടുത്താൽ അത് വേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അപ്പോൾ സ്കൂളും സംവിധാനമൊക്കെ ഉള്ളിടത്ത് കൊടുക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കും. ഒരു സർക്കാർ സ്കൂളിൽ ഒരു അഡീഷണൽ ബാച്ച് കൊടുത്താൽ അവിടെ എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അധ്യാപക പുനർവിന്യാസമൊക്കെ നടത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് അത് സംബന്ധിച്ചുള്ളൊരു ധാരണ. പിന്നെ എന്തായിരുന്നാലും കുറച്ച് ബാച്ചുകൾ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ഈ വർഷം പ്രായോഗികമല്ല. ശരി, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.